കോഴിക്കോട് പനി ബാധിച്ച് 4ാം ക്ലാസ്സുകാരി മരിച്ച സംഭവത്തിൽ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം നിഗമനം. കുട്ടിക്ക് ചികിത്സ വൈകിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്കെതിരെ പരാതി നൽകിയിരുന്നു. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. ഷഹദ്, ഇപ്പോൾ എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് കുട്ടിക്ക് ബാധിച്ചത് എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ തന്നെ ആ കുട്ടിയുടെ കുടുംബത്തിൽ മറ്റു ചിലർക്കും സമാനമായ രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്ന വാർത്ത വന്നിരുന്നു. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിന്റെ മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഷഹദ് ഈ ഘട്ടത്തിൽ? വിജയകുമാർ, അല്പസമയം മുൻപാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നത്. അതിലാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന സൂചനകൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് തന്നെ നമ്മളെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, ഇത് ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാവിലെ 10:15 ഈ പനിയെ തുടർന്ന് 4ാം ക്ലാസ്സുകാരിയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 3 മണിയോടെ കുട്ടിയുടെ ആരോഗ്യനില വഷളാവുകയും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ കുടുംബം ആരോപണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ അല്പസമയം മുമ്പ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഈ മരണകാരണം ഇതാണ്, അതായത് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് തെളിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. യെസ്, എവിടെ നിന്നാണ് രോഗം ബാധിച്ചത് എന്നതൊക്കെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വിശദമായ പരിശോധനയിലേക്ക് കടക്കും എന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്.